പൈക്ക. എന്താണ് പൈക്ക? അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കഴിക്കാൻ തോന്നുന്നു. അതായത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങൾ ഒരാൾക്ക് കഴിക്കാൻ തോന്നുന്നുവെങ്കിൽ നമുക്കതിനെ പൈക്ക എന്ന് പറയാം. അല്ലെങ്കിൽ ഇനി ഡൈജസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും എക്സസ് ആയിട്ട് അനാവശ്യ അവസരങ്ങളിൽ ഉപയോഗിക്കാൻ തോന്നുന്നുവെങ്കിലും നമുക്കതിനെ പൈക്ക എന്ന് വിളിക്കാം. എപ്പോഴാണ് പൈക്ക ഉണ്ടാകുന്നതെന്ന് സാധാരണ നമുക്ക് പണ്ട് കാലത്ത് ആൾക്കാർ പറയും, അരി കഴിക്കുന്നു എന്ന് പറയും. മക്കൾ അരി കഴിക്കുന്നു, അതായത് ഡ്രൈ റൈസ് കഴിക്കുന്ന ഒരവസ്ഥ. അപ്പം അമ്മൂമ്മമാർ പറയും, പെട്ടെന്ന് പറയും അവരിന് അയൺ ഡെഫിഷ്യൻസി ഉണ്ട് അല്ലെങ്കിൽ വളർച്ചയുണ്ടെന്ന് പറയും. ഇത് ശരിയാണ്. പണ്ട് കാലത്ത് ഒരു മെഡിക്കൽ കോളേജിലും പോകാതെ നമ്മുടെ അമ്മൂമ്മമാർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പൈക്ക അയൺ ഡെഫിഷ്യൻസി കൊണ്ടാണെന്നുള്ളത്. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള അനാവശ്യ സാധനങ്ങൾ കഴിക്കാൻ നിങ്ങൾക്ക് തോന്നിക്കും. അതുപോലെ തന്നെയാണ് കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ അൺഡൈജസ്റ്റബിൾ തിങ്സ് കഴിക്കാൻ തോന്നിക്കും. സിങ്ക്, അതുപോലെ തന്നെ മാഗ്നീഷ്യം, ഇതിൻ്റെ ഡെഫിഷ്യൻസിയിലും ഈ പറയുന്ന പൈക്ക സർവ്വസാധാരണമായിട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിക്ക് ഒരു പൈക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യും? കല്ല്, മണ്ണ്, അതല്ലാന്നുണ്ടെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന പെൻസില്, പേന, ഈവൻ പെയിൻറ്റ്, പേസ്റ്റ്, അതല്ലെങ്കിൽ ഭിത്തിയിൽ അടിച്ചിരിക്കുന്ന കുമ്മായം അല്ലെങ്കിൽ സിമെൻറ്റ്, കരിക്കട്ട, സോപ്പ്, ഇതെല്ലാം എടുത്ത് ഉപയോഗിക്കും. അങ്ങനെ ഈ ആവശ്യമില്ലാത്ത പല പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പം എന്ത് പറ്റും? ചിലപ്പം പല്ലിന് കേടുവരും, അല്ലേ? ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് പല്ലിൽ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ, എടുത്ത് കടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പല്ല് കേടാകാൻ സാധ്യതയുണ്ട്. ഈവൻ ചിലപ്പോൾ ലെഡ് പോയ്സണിങ്, ലെഡാണ് ഒരു കുട്ടിയെടുത്ത് എപ്പോഴും വായിൽ വെക്കുന്നതെങ്കിൽ ലെഡ് പോയ്സണിങ് വരാൻ സാധ്യത ഉണ്ട്. അപ്പം അതുപോലെ ചിലപ്പോൾ മുടിയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ആമാശയത്തിൽ വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അപ്പൻഡിക്സിലൊക്കെ പോയി മുടി നിന്ന് കഴിഞ്ഞാൽ അപ്പൻഡിസൈറ്റിസ് തന്നെ ചിലപ്പോൾ വന്നെന്നിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വോമിറ്റിങ്ങോ ഡയറിയോ ഒക്കെ വരാം, കോൺസ്റ്റിപ്പേഷൻ വരാം. അപ്പോൾ ഈ രീതിയിൽ പൈക്കമുള്ള കുട്ടികൾ പലപ്പോഴും അവരെ പെട്ടെന്ന് തന്നെ പേരൻസ് അവരെ നിരീക്ഷിക്കുകയും അവരിലുണ്ടായിരിക്കുന്ന ഈ ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ പേരൻസിന് അഡ്വൈസ് ചെയ്യണം. കാരണം ഈ കുട്ടിക്ക് ഡെഫിഷ്യൻസി ഉണ്ട്, അതുകൊണ്ട് ഇന്ന രീതിയിൽ ഫുഡ് ഹാബിറ്റ്സിൽ മാറ്റങ്ങൾ വരുത്തണം, ഇന്ന രീതിയിൽ ഇന്ന ആഹാരങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന വൈറ്റമിൻസ് കൊടുക്കണം, ഇന്ന മിനറൽസ് കൊടുക്കണം എന്നുള്ള ഉപദേശമാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ പൈക്ക വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഈ ആഹാരം കഴിച്ചതിന് ശേഷവും ഈ പൈക്ക അതുപോലെ നിലനിൽക്കുന്നുവെങ്കിൽ ഹോമിയോപ്പതിയിൽ ഡൈജഷൻ, അതായത് ആമാശയത്തിൽ നിന്ന്, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും സ്റ്റൊമക്കിൽ നിന്നുമൊക്കെ അബ്സോർഷൻ കുറവുള്ള കുട്ടികൾക്കും ഈ പൈക്ക വരും. അവിടെ അബ്സോർഷൻ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി കൽക്കേരിയ കാർബ്, കൽക്കേരിയ ഫോസ്, അല്ലെങ്കിൽ ഗ്രാഫൈറ്റിസ്, സൾഫർ, സൈലീഷ്യ, സിന, ഇങ്ങനെ ഈ രീതിയിലുള്ള പല ഹോമിയോപ്പതി മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾ യഥാക്രമം കൊടുക്കുമെന്നുണ്ടെങ്കിൽ ഈ ആമാശയത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ചെറുകുടലിൽ നിന്നുള്ള അബ്സോർഷൻ നമുക്ക് ത്വരിതപ്പെടുത്താൻ പറ്റും. അങ്ങനെ നമുക്ക് ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാലോ അതല്ലാന്നുണ്ടെങ്കിൽ മുട്ടയോ മീനോ ഇറച്ചിയോ മാത്രം പോരാ. പലപ്പോഴും ഈ രീതിയിലുള്ള ഡെഫിഷ്യൻസീസ് കണ്ടുപിടിക്കുകയും അത് കറക്റ്റ് ചെയ്യുകയും അതിനുവേണ്ടിയുള്ള ഉപദേശങ്ങൾ ഡോക്ടേഴ്സ് കൊടുക്കുകയും ചെയ്യുമെങ്കിൽ മാത്രമേ പൈക്കയെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ സാധിക്കത്തുള്ളൂ.